Good morning, all. Good morning, Miss. എല്ലാവരും വായിച്ചു നോക്കിയിരുന്നോ? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ എല്ലാവരും വായിച്ചു നോക്കിയിരുന്നോ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അധികം സമയം കളയണ്ട. നമുക്ക് വേറെ ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. സോ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്? മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് അല്ല, ഹസാർഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ, റെസ്പോൺസിബിലിറ്റി എടുത്തായിരുന്നു. റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ് സേഫ്റ്റി പ്രോഗ്രാംസ് എടുത്തായിരുന്നു. ഇല്ല, അത് തുടങ്ങി എടുക്കണം അല്ലേ? ഓക്കെ, അപ്പോ നമുക്കറിയാം ഹസാർഡ്സ് ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ എന്തെങ്കിലും അപകടാവസ്ഥകൾ വരാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. വില്ലേജ് വേസ്റ്റ് ഒക്കെ പഠിച്ചപ്പോൾ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള അപകട സാധ്യതകളാണ് വരുന്നതിനൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള അപകട സാധ്യതകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാം അല്ലെ. റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ അതിന് ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. സോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ വരാതെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനും ആ ഒരു ഹോസ്പിറ്റലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ സുഖകരമാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. സോ ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാറുണ്ട് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ് ഇൻ സേഫ്റ്റി പ്രോഗ്രാം. അവിടെ മാനേജ്മെന്റ് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് നല്ല രീതിയിൽ സുരക്ഷാ രീതി എന്നുള്ള മാനദണ്ഡം ഉപയോഗിച്ചിട്ട് കൈകാര്യം ചെയ്യേണ്ടത്? അല്ല, 3-4 പോയിന്റ്സ് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് ആൻഡ് എംപ്ലോയി ഇൻവോൾവ്മെന്റ്. ഓക്കെ, നമുക്കറിയാം എംപ്ലോയിയും കൂടി ഇൻവോൾവ് ചെയ്തിട്ട്, അതായത് ഹോസ്പിറ്റലിൽ ആകുമ്പോൾ വർക്ക് ചെയ്യുന്ന എല്ലാ തൊഴിലാളികളെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം മാനേജ്മെന്റിന് അതിനുള്ള പ്രതിജ്ഞാബദ്ധത ഉണ്ടാകും. അവരെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് തീരുമാനങ്ങൾ എടുത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ലൊരു കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് അവിടെയുള്ള എംപ്ലോയീസ് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാണ്. അതല്ലാതെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ അവിടെ നടപ്പാക്കാൻ നിന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ തൊഴിലാളികൾ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. സോ അവരെയും കൂടിയും ഇൻവോൾവ് ചെയ്ത് അല്ലെ, അവിടെയുള്ള എംപ്ലോയീസിനെയും കൂടിയും ഇൻവോൾവ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസിഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അതിനുള്ള ഉത്തരവാദിത്തം അവിടുത്തെ മാനേജ്മെന്റിനുണ്ട്. ദെൻ വർക്ക് സൈറ്റ് അനലൈസിസ് അല്ലെ, അവിടെ വർക്ക് സൈറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ, ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ വലിയൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ മൊത്തത്തിൽ ആ വർക്കുകളൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തു പോകുന്നത് എന്നൊക്കെ നല്ല രീതിയിൽ വിലയിരുത്തിയതിനു ശേഷമാണ് നമുക്ക് ഇതിന്റെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നല്ല രീതിയിൽ അത് വിലയിരുത്തിയിട്ട് വേണം മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂടി എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. അല്ലാത്ത പക്ഷം വെറുതെ ഒരു വിലയിരുത്തൽ നടത്താതെ ഇന്ന അപകടാവസ്ഥകൾ വരാൻ സാധ്യതയുണ്ട്, ഇൻ കേസ് മഴക്കാലം വരുമ്പോൾ ഇന്ന കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്, അതല്ലെങ്കിൽ നല്ല രീതിയിൽ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഡിസ്പോസൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇന്ന ഡേഞ്ചറസ് വരാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തിയതിനു ശേഷമാണ് പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ നടപ്പാക്കാൻ പാടുള്ളൂ. സോ അനാലിസിസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദെൻ ഹസാർഡ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. തീർച്ചയായിട്ടും നമുക്കറിയാം തീരുമാനങ്ങൾ എടുക്കുന്നതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുൻകരുതലുകൾ എടുക്കലാണ് അല്ലെ. അപകടാവസ്ഥ വരുന്നതുമായി ബന്ധപ്പെട്ട് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം അല്ലെ. ഇൻ കേസ് നമുക്കറിയാം ഏറ്റവും കൂടിയും വെയിറ്റ് കൂടിയ എംപ്ലോയീസിനെ അല്ലെ സ്ട്രക്ചറൊക്കെ വഹിക്കുന്നവർക്ക് ഇങ്ങനെ പ്രിക്കോഷൻസ് എടുത്തിട്ട് മാത്രമാണ് അത് ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ തിയേറ്ററിൽ പ്രവേശിക്കുന്നത് പ്രത്യേകമായിട്ട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഒക്കെ ധരിച്ചതിന് ശേഷം മാത്രമാണ് പ്രവേശിക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെയുള്ള പ്രിവെൻഷൻസ് അത് ആ മുൻകരുതലുകളൊക്കെ എടുക്കുക മാത്രമല്ല അതൊക്കെ നന്നായിട്ട് തന്നെ നടപ്പാക്കി പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് മാനേജ്മെന്റിന്റെ ഡ്യൂട്ടി തന്നെയാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലാളികളുടെ സുരക്ഷാ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ പേഷ്യൻസിനും അവരുടെ റിലേറ്റീവ്സിന്റെ സുരക്ഷയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് മാനേജ്മെന്റ് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. സോ അവരെയും കൂടി പങ്കാളിയാക്കിയിട്ട് ഡിസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, എല്ലാം വിലയിരുത്തിയതിനു ശേഷം അത് ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് പ്രിവെൻഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകുന്നുണ്ടോ, എവിടെയെങ്കിലും വീഴ്ചകൾ പറ്റുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം. ആൻഡ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ട്രെയിനിങ്. ഓക്കെ, അവർക്ക് നമുക്കറിയാം
ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക, അവരെ കൊണ്ട് ഇന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ അല്ലെ. ചില സമയത്ത് ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ ഡിസാസ്റ്ററിന്റെ ഒക്കെ പഠിച്ചപ്പോൾ മോക്ക് ഡ്രില്ലൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട് അല്ലെ. അതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തില്ലേ ഡിപ്ലോമ ക്ലാസ്സില് ഡിസാസ്റ്റർ എന്ന് പറയുന്ന വലിയൊരു ചാപ്റ്റർ ഒക്കെ ഇല്ലേ. ഓക്കെ, അപ്പൊ അവിടെ മോക്ക് ഡ്രില്ല് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ. അതായത് സ്റ്റാഫുകളെ കൊണ്ട് ട്രെയിനിങ് കൊടുക്കാം അല്ലെ. സ്റ്റാഫുകൾക്ക് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുക്കാം. അപകടാവസ്ഥകൾ വരാൻ സാധ്യതയുണ്ട് അല്ലെ. ഇങ്ങനെ അപകടാവസ്ഥകളുടെ ഒക്കെ കാണിച്ചു കൊടുക്കും. ഓക്കെ, അപ്പൊ അപകടാവസ്ഥകളൊക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു മോക്ക് ഡ്രിൽ അല്ലെങ്കിൽ ഡെമോ ഒക്കെ കാണിച്ചു കൊടുത്ത് അവരെ ഇന്ന സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് ഒരു ആത്മവിശ്വാസം അവരെ ഉളവാക്കി കൊടുക്കുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല രീതിയിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഹസാർഡ്സ് വന്നാലും അതിനെ തരണം ചെയ്യാനായിട്ട് അവിടെയുള്ള എംപ്ലോയീസ് നോക്കിയായിരിക്കും. ഓക്കെ, അതിലെ മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി പറയുന്നത് എന്താണ് അപകടാവസ്ഥകൾ, അത് വരാതിരിക്കാനായിട്ട് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം, അത് എംപ്ലോയീസിനെ ബോധവാന്മാരാക്കാം. അവരെ ബോധവാന്മാരാക്കിയാൽ മാത്രം പോരാ, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാം. ട്രെയിനിങ് മാത്രം കൊടുത്താൽ പോരാ, അവർ ഓക്കെ ആയിട്ട് അത് നടപ്പാക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുക. ഇൻ കേസ് അതൊന്നും നടപ്പാക്കുന്നില്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യുക അല്ലെ. നിയന്ത്രണത്തിൽ ഏർപ്പെടുത്തി അതെല്ലാം മസ്റ്റായിട്ട് നടപ്പാക്കാനായിട്ടുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കുക. ഓക്കെയാണോ? അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് അല്ലെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും അല്ലെ, ഈ അപകടാവസ്ഥ വരാണെങ്കിലും അത് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷനൊന്നും ആവാതെ തന്നെ സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്താനൊക്കെ ആയിട്ട് എളുപ്പത്തിൽ സാധിക്കും. ഒരു 4 പോയിന്റ്സേ ഉള്ളൂ. സോ ഇൻ കേസ് ഏതെങ്കിലും രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ് സേഫ്റ്റി പ്രോഗ്രാം എന്ന് ചോദിച്ചാൽ ജസ്റ്റ് നോർത്ത് വെക്കണം. മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് ആൻഡ് എംപ്ലോയി ഇൻവോൾവ്മെന്റ്, വർക്ക് സൈറ്റ് അനാലിസിസ്, hazard prevention and control, safety and health training. Which of the following അല്ലെങ്കിൽ what are they എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ആ പോയിന്റ്സ് ഓർത്ത് വെക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് മലയാളത്തിൽ ഒറ്റ ഒരു സെന്റൻസ് ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഹസാർഡ്സ് വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് അത് കൃത്യമായിട്ട് എംപ്ലോയീസിനെ അറിയിക്കുക. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരെ ഇൻവോൾവ് ചെയ്യുക. അത് മാത്രമല്ല, ഇൻ കേസ് അവരെ പ്രിക്കോഷൻസ് ഒക്കെ കൊടുക്കുന്നത് ട്രെയിനിങ് കൊടുക്കാം. ട്രെയിനിങ് കൊടുത്ത് അവരെ കൈകാര്യം ചെയ്ത് പോകുമ്പോൾ എന്തൊക്കെ നടപ്പായി പോകുന്നുണ്ടോ എന്ന് വിലയിരുത്തി കൺട്രോൾ ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. ഹസാർഡ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഹസാർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? നോക്കാം, അപകടാവസ്ഥകൾ ഉണ്ടാവാം. അത് മോസ്റ്റ്ലി നമുക്കറിയാം എപ്പോഴെങ്കിലും സംഭവിക്കാൻ സാധ്യതകളുണ്ട് അല്ലെ. പെട്ടെന്ന് ഒരു മണ്ണിടിച്ചിൽ വന്നാലും ദുരന്ത നിവാരണ അതോറിറ്റികൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് തന്നെ നമുക്കറിയാം അവിടെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യേണ്ടതൊക്കെ എടുക്കും. സോ ഇൻ കേസ് ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ പറഞ്ഞു മിസ്സായോ അല്ലെ, കുട്ടികൾ മിസ്സായി പോകുന്നു അല്ലെ, അല്ലെങ്കിൽ പേഷ്യൻസ് മിസ്സായി പോകുന്നു, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. സോ അറ്റ് എ ടൈമിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻസ് അവിടെ എടുത്തിട്ടുണ്ടാവണം. അപ്പൊ അതിനനുസരിച്ചുള്ള ആശയവിനിമയങ്ങൾ നല്ല കൃത്യമായിട്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ എല്ലാവർക്കും പെട്ടെന്ന് മെസ്സേജ് പാസ് ചെയ്താലാണ് അല്ലെ. ഒരു കുട്ടിയെ മിസ്സായി, ഹോസ്പിറ്റലിൽ പരിശോധിക്കുന്ന ഒരു കുട്ടിയെ മിസ്സായി, അതല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ മിസ്സായി, അതല്ല എങ്കിൽ ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് മിസ്സായേക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ ചെയ്യണം അല്ലെ. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും സ്പിലേജ് വേസ്റ്റുകൾ സംഭവിച്ചു അല്ലെ, കെമിക്കൽ സ്പിലേജ് വേസ്റ്റ് സംഭവിച്ചു. സോ നമ്മൾ ആക്റ്റീവായിട്ട് ക്വിക്കായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ആ സമയത്ത് ഏറ്റവും ആവശ്യമായിട്ടുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ അല്ലെ. നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുക. മെത്തഡിനോടത്ത് ആശയങ്ങളെല്ലാം കൃത്യമായിട്ട് എത്തി അവിടെ നിന്നും കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസും ഒരു ഡയറക്ഷനൊക്കെ ഉണ്ടായാലാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. സോ ഹസാർഡ് കമ്മ്യൂണിക്കേഷൻ അപകടവുമായി ബന്ധപ്പെട്ട ആശയവിനിമയത്തിനെ കുറിച്ചിട്ടാണ് ഈ നെക്സ്റ്റ് നോക്കാനുള്ളത്. The purpose of this section is to ensure that the hazards of all chemical produced or imported are evaluated and that information concerning their hazard is transmitted to employers and employees. ഓക്കെ, നമുക്കറിയാം ചെറിയ അപകടാവസ്ഥകളാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല അല്ലെ. അത് അവിടെ ജസ്റ്റ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ മാത്രം ഉൾക്കൊള്ളാമെന്ന്, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ മാത്രം അത് കൈകാര്യം ചെയ്ത് പോയാൽ മതി. പക്ഷെ ഇച്ചിരി കൂടി വലിയ ഡേഞ്ചറസ് ഈ പറഞ്ഞ മാതിരി കെമിക്കൽ പോലെയുള്ള അല്ലെ രാസവസ്തുക്കളുടെ ഒക്കെ സ്പിലേജ് വേസ്റ്റും അപകടാവസ്ഥകളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡേഞ്ചറാണ് അല്ലെ. അപ്പൊ അതിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ എത്തേണ്ടത് എത്രയും പെട്ടെന്നൊക്കെ എത്തണം. പെട്ടെന്ന് പ്രത്യേകിച്ച്
പൊട്ടിത്തെറികളും അല്ലെ തീപിടുത്തൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും ഫയർഫോഴ്സിനെയും അല്ലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിനൊക്കെ നമ്മൾ അറിയിക്കേണ്ടതായിട്ട് വരും. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ അല്ലെ അവിടെ തീർച്ചയായിട്ടും ആവശ്യമാണ്. തൊഴിലുടമയോ തൊഴിലാളികൾക്കും അതായത് നമുക്കറിയാം പ്രൊപ്പറേറ്റേഴ്സും കൃത്യമായിട്ട് എംപ്ലോയീസും ഒക്കെ നല്ല രീതിയിൽ ആശയവിനിമയം നടത്താനാണ് അതിലേക്ക് പരിഹാരം കണ്ടെത്തി പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. This transmission of information is fulfilled by means of a comprehensive hazard communication programs, which includes container labeling and other forms of warning, material safety, data sheets, and employee training. Okay, it is a transmission of information. Like, നമ്മൾ ഈ ഇൻഫോർമേഷൻസ് ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ പാസ് ചെയ്യുമ്പോൾ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുന്ന വിധത്തിൽ തന്നെയായിരിക്കണം നമ്മളെ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്യേണ്ടത്. സോ അവിടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാംസുകളൊക്കെ അവിടെ ഇടയ്ക്കെങ്കിലും അല്ലെ ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജുകൾ വരുമ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് നമ്മളിലേക്ക് എത്തിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് അത് കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രോഗ്രാംസ് ഒക്കെ അവിടെ കൃത്യമായിട്ട് തന്നെ സംഘടിപ്പിച്ചു പോകേണ്ടതുണ്ട്. which include container labeling and other forms of warning. Okay, നമുക്കറിയാം ഇപ്പൊ ഓരോ സ്പില്ലേജ് വേസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോന്നും എവിടെയൊക്കെയാണ് ഡിസ്പോസ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് എന്താണ് ഹസാർഡ്സ് വരാൻ സാധ്യതയുണ്ട്. സോ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ അവിടെ ആവശ്യമാണ്. സോ ഇങ്ങനെ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ അവിടെ നടപ്പാക്കണമെങ്കിൽ കൃത്യമായിട്ട് ചില രീതിയിൽ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ദിസ് ട്രാൻസ്മിഷൻ ഓഫ് information is fulfilled by means of a comprehensive hazard communication programs, which includes container labeling and other forms of warning, material safety data sheet, and employee training. ഓക്കെ, അവിടെ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ പ്രതിപാദിച്ചു പോകുന്നത്. അതായത് നമ്മൾ കൃത്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അല്ലെ. ഇപ്പൊ ഇൻ കേസ് ഇങ്ങനെ സ്പില്ലേജ് വേസ്റ്റ് തന്നെ നമ്മൾ പഠിച്ചപ്പോ കണ്ടായിരുന്നു അല്ലെ. അവിടെ ഹസാർഡ്സ് സ്പില്ലേജ് വേസ്റ്റ്, കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് ഒക്കെ സംഭവിക്കുമ്പോൾ അവിടുത്തെ ഡിസ്പോസൽ ചെയ്യാവുന്ന അല്ലെ വസ്തുക്കൾ അല്ലെ മെറ്റീരിയൽസ് ഒക്കെ അത് കൃത്യമായിട്ട് ലേബൽ ചെയ്തിരിക്കുന്ന ബിന്നിൽ തന്നെയാണ് നിക്ഷേപിക്കേണ്ടത് അല്ലെ. അതിന് കൃത്യമായിട്ട് ലേബൽ ചെയ്തിരിക്കണം ഹസാർഡ്സ് അല്ലെ, ഹസാർഡ്സ് ആയിട്ടുള്ള വസ്തുക്കളാണ് അല്ലെങ്കിൽ ബയോമാസ് അല്ലെ, അങ്ങനെ കൃത്യമായിട്ട് ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിലാണ് അതൊക്കെ നിക്ഷേപിക്കുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു രീതി അത് കൃത്യമായിട്ട് തന്നെ എല്ലാ സ്റ്റാഫുകളുടെ ഇടയിലേക്കും ഇൻഫോർമേഷൻ കൊടുത്തിരിക്കണം. അതേപോലെ തന്നെ ഫോംസ് ഓഫ് വാണിംഗ്, എന്തൊക്കെ വാണിംഗ് അല്ലെ നമുക്കറിയാം. ചിലതൊക്കെ ഐസൊലേറ്റ് ചെയ്തിട്ടും അല്ലെ, ചില ഏരിയാസ് ഒക്കെ മറ്റുള്ളവർ പ്രവേശിക്കാത്തക്ക വിധത്തിൽ അവിടെ ഓപ്പൺ ആക്കാതെ പ്രത്യേകമായിട്ട് തിരിച്ച് അല്ലെ അങ്ങോട്ടേക്കൊന്നും പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള ഒരു മെസ്സേജ് കിട്ടത്തക്ക വിധത്തിൽ ഐസൊലേറ്റ് ഏരിയ ആക്കി കവർ ചെയ്യും. അങ്ങനെയൊക്കെ വരുന്നത് എന്താണ് അപകടാവസ്ഥകൾ മുൻകൂട്ടി കാണാനായിട്ട് അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് അതിനുള്ള വാണിംഗുകളൊക്കെ കൈകാര്യം ചെയ്യുന്നു. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്സ് ആൻഡ് എംപ്ലോയി ട്രെയിനിങ്, തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാ കാര്യങ്ങളും അല്ലെ എല്ലാ എംപ്ലോയീസിന് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ആ ട്രെയിനിങ് കിട്ടുന്നത് കൊണ്ട് തന്നെ എന്ത് തരത്തിലുള്ള അപകടാവസ്ഥയാണെങ്കിലും ആ അപകടാവസ്ഥയിലെ നമുക്കറിയാം കൃത്യമായിട്ട് മാനുഫാക്ചേഴ്സ് അല്ലെ അവിടെ എന്താ സൊല്യൂഷൻസ് മാനുഫാക്ചേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്ന രീതിയിലുള്ള സൊല്യൂഷൻസ് അവർ പറയുന്ന രീതിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് നമുക്കറിയാം അവിടെ ഇൻഫെക്ഷൻ ഏരിയാസ് ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അല്ലെ. കുറച്ച് സമയമൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ അവിടെ അത്തരത്തിലുള്ള സൊല്യൂഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അണുക്കളൊക്കെ നഷ്ടപ്പെട്ടു പോകാനൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഇതിനൊക്കെയുള്ള ട്രെയിനിങ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതിനനുസരിച്ചുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ എല്ലാവരുടെ ഇടയിലേക്ക് പാസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, അപ്പൊ അതിൽ 1 by 1 ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ലിസ്റ്റ് ഓഫ് ഹസാർഡ് മെറ്റീരിയൽസ്, ഇങ്ങനെ അപകടാവസ്ഥയിലുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാ വസ്തുക്കളും അപകടാവസ്ഥയിൽ വരുന്ന സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ. ബയോമെഡിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
ഇല്ലേ? എല്ലാം ഹസാർഡ്സ് ആയിട്ടുള്ള സ്പില്ലേജ് വേസ്റ്റ് തന്നെയാണോ? അല്ല അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ചെറിയ രീതിയിൽ അപകടാവസ്ഥ കുറഞ്ഞതുമുണ്ട്, അപകടാവസ്ഥ ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ളതൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഹസാർഡ്സ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ആൽക്കഹോള്, ടെനാസിഡ് ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ, ഡിസ്ഇൻഫെക്ടൻസ്, ക്ലീനിങ് ഏജൻസ്, ഓക്കെ, ഇതൊക്കെ ഇച്ചിരി കൂടി അപകടാവസ്ഥ വരാൻ സാധ്യതയുള്ള മെറ്റീരിയൽസ് ആണ് അല്ലെ? ആൽക്കഹോൾ എന്നൊക്കെ പറയുമ്പോൾ സ്പിരിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അബോധാവസ്ഥയിലാക്കുന്ന തരത്തിലുള്ള വസ്തുക്കളാണ്, കണ്ടൻസ് ആണ്. സോ അതിന്റെയൊക്കെ എന്തെങ്കിലും സ്പില്ലേജ് അല്ലെങ്കിൽ അതിന്റെയൊക്കെ വ്യാപകമായിട്ട് എന്തെങ്കിലും ചോർച്ചകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഭാഗം അവിടെ പോയി ശ്വസിക്കുന്നവർക്കൊക്കെ അതിന്റെ അപകടം വരും അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ ഇച്ചിരി കൂടി ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതൊക്കെ കൃത്യമായിട്ട് തന്നെ ലേബൽ ചെയ്യണം, ഇന്ന കാര്യങ്ങളാണ് അല്ലെ, ഇന്ന സാധനങ്ങളാണെന്നൊക്കെ അതിന്റെ നെയിം ഒക്കെ കൃത്യമായിട്ട് അതിന് തന്നെ ലേബൽ ചെയ്തിരിക്കണം. Then container labeling, all the drugs, spirits, solutions, cleaning agents are labeled and kept at appropriate place. Okay, hazardous ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്കറിയാം ഇന്ത്യന്റെ മെറ്റീരിയൽസ് ആണ്. അതിന്റെ ആ ലേബലിംഗ് നമുക്ക് വായിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ അപകടാവസ്ഥയിലുള്ള സാധനങ്ങളാണ്. സോ അതൊക്കെ റൂട്ടീനായിട്ട് മാത്രമാണ് സർക്കാരെ പിടിക്കാനൊക്കെ പാടുള്ളൂ അല്ലെ? അങ്ങനെയല്ലേ? അല്ലേ? അപകടാവസ്ഥയിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓടിപ്പോയി തുറക്കി പിടിക്കുകയൊക്കെ ചെയ്യുമോ? നമ്മൾ അതിന്റെ ലേബലം വായിച്ചു നോക്കും അല്ലെ? അപകടം പിടിച്ച സാധനങ്ങളാണെങ്കിൽ കൃത്യമായിട്ട് നമുക്കറിയാം അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എടുത്തതിന് ശേഷം മാത്രമാണ് അത് അതിന്റെ യൂസേജിന് വേണ്ടിയിട്ട് ശ്രമിക്കുള്ളൂ. ശരിയല്ലേ? അല്ലേ? യെസ്. അപ്പൊ തീർച്ചയായിട്ടും അപകടാവസ്ഥയിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ള മെസ്സേജ് എംപ്ലോയീസിനൊക്കെ അറിയാം. ദെൻ അത് മാത്രമല്ല, അത് മറ്റേ കൃത്യമായിട്ട് അത് ലേബൽ ചെയ്തിരിക്കണം. ഇന്നതൊക്കെ ഇങ്ങനെയുള്ള ഡ്രഗ്സ് ആണ് അല്ലെ, ഇങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെയാണ്, സ്പിരിറ്റുകളാണ്, ഇതൊക്കെ സൊല്യൂഷൻസ് ആണ് അല്ലെ, എന്തെങ്കിലുമൊക്കെ അതൊക്കെ നശിപ്പിച്ച് കളയുന്ന സൊല്യൂഷൻസ് ആണ്, ക്ലീനിങ് ഏജൻസ് ആണ്, എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും രാസപ്രവർത്തനത്തിന് പറ്റുന്ന തരത്തിലുള്ള ഏജൻസ് ആണ്, ആർ ലേബിൾഡ് ആൻഡ് കെപ്റ്റ് അറ്റ് അപ്രോപ്രിയേറ്റ് പ്ലേസ്. അതെല്ലാം ലേബൽ ചെയ്യുക മാത്രമല്ല കൃത്യമായിട്ടുള്ള പ്ലേസിൽ തന്നെയായിരിക്കണം അതൊക്കെ സൂക്ഷിക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാം ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇന്ന സാധനങ്ങൾ കിട്ടും അല്ലെ? അറ്റ് മൊമെന്റിൽ പെട്ടെന്ന് ഒരു സ്പില്ലേജ് വേസ്റ്റ് സംഭവിച്ചു, അത് കെമിക്കൽ ആയിക്കോട്ടെ, മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. സോ അതിന് നമുക്കറിയാം സൊല്യൂഷൻസ് വേണം അല്ലെ? അതിനെ ഡിസ്ഇൻഫെക്ടന്റ് ആക്കാനായിട്ട്, അണുമുക്തമാക്കാനായിട്ടുള്ള സൊല്യൂഷൻസ് വേണം. തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ നമുക്കറിയാം എളുപ്പത്തിൽ തന്നെ ആ സൊല്യൂഷൻ എവിടെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത് അവിടെ പോകുന്നു, അതിന് പറ്റിയ സൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ കണ്ടെത്തുന്നു. ദെൻ അതനുസരിച്ചിട്ട് മാനുഫാക്ചേഴ്സ് എന്താണോ അതിൽ ലേബൽ ചെയ്തിരിക്കുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് അണക്കിൽ നഷ്ടമാകുന്നു. ഓക്കെ, അങ്ങനെയല്ലേ ചെയ്യുന്നത് അല്ലേ? അണുക്കളെ നഷ്ടപ്പെടുത്തുന്നത് അതെ അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ക്രമീകരണം ഏതൊരു ഹോസ്പിറ്റലിനും ആവശ്യമാണ് അല്ലെ? ഡേഞ്ചറസ് ആയിട്ടുള്ള വസ്തുക്കൾ എന്താണെന്നുള്ളത് ഇൻഫോർമേഷൻസ് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. അത് എവിടെയാണ് കെപ്റ്റ് ചെയ്തിരിക്കേണ്ടത്, അതുമെല്ലാം ലേബൽ കൃത്യമായിട്ട് തന്നെ ലേബൽ ചെയ്തിരിക്കണം. അത് നീ പറഞ്ഞ മാത്രം തന്നെ അപകടാവസ്ഥയിലുള്ള വസ്തുക്കളായിക്കോട്ടെ, സൊല്യൂഷൻ ആയിക്കോട്ടെ, ക്ലീനിങ് ഏജൻസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ കൃത്യമായിട്ടുള്ള പ്ലേസിൽ തന്നെയൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്. ദെൻ വാണിംഗ്. ഓക്കെ, നമുക്കറിയാം വാണിംഗ് എന്ന് പറയുമ്പോൾ ഒരു ചാൻസ് ആണ് അല്ലെ? ഇതിന് വാണിംഗ് കൊടുക്കുക എന്ന് പറയുന്നത്. നമുക്ക് വാണിംഗ് ലേബലിൽ സിംബൽസ് ആർ പുട്ട് ടു വാൺ അബൌട്ട് ഹസാർഡ്സ് മെറ്റീരിയൽ. ഓക്കെ, വാണിംഗ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ ചിലതൊക്കെ ഡേഞ്ചറസ് ഏരിയ എന്നൊക്കെ ഉള്ളത് അല്ലെ? നമുക്ക് പ്രത്യേകിച്ച് എക്സ്റേ റേഡിയേഷൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള മേഖലകളിലൊക്കെ കൃത്യമായിട്ട് അവർ ലേബൽ ചെയ്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ലേബൽ ചെയ്യുന്നത്? ഡേഞ്ചറസ് ഏരിയ അല്ലെ, ഡേഞ്ചർ ഏരിയ എന്ന് കൃത്യമായിട്ട് ലേബൽ ചെയ്തു. അപ്പൊ എന്തിനു വേണ്ടിയിട്ട് ഒരു വാണിംഗ് ആണ് അല്ലെ? അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതിന്റെ ഒരു വാണിംഗ് ആണ് അവിടെ കൃത്യമായിട്ട് കാണുന്നത്. സോ അങ്ങനെയൊക്കെയുള്ള ഒരു വാണിംഗ് എന്ന് പറയുമ്പോൾ നല്ലൊരു തരത്തിലുള്ള ഒരു മെസ്സേജും കൂടിയാണ് അല്ലെ? നല്ലൊരു കമ്മ്യൂണിക്കേഷൻ മെസ്സേജ് ആണ് ആ ഒരു വാണിംഗ് കൊണ്ട് നമ്മൾക്കൊണ്ട് ഉദ്ദേശിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു വാണിംഗ് എല്ലായിടത്തും ഹോസ്പിറ്റലിൽ എത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടോ അവിടേക്ക് അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ അവിടെ ചെയ്തിരിക്കണം. ഓക്കെ, ഇപ്പൊ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. ഒന്നാമതായിട്ട് അപകടാവസ്ഥയിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നത് കൃത്യമായിട്ട് അല്ലെ അറിഞ്ഞിരിക്കണം, സ്റ്റാഫുകളൊക്കെ അറിഞ്ഞിരിക്കണം. എല്ലാം പ്രോപ്പറായിട്ട് എല്ലാം തന്നെ സൂക്ഷിച്ചിരിക്കണം, പ്രോപ്പർ പ്ലേസിൽ തന്നെ. പ്രോപ്പർ പ്ലേസിൽ തന്നെ സൂക്ഷിച്ചാൽ പോരാ, എല്ലാം തന്നെ ലേബൽ ചെയ്ത് അല്ലെ കൃത്യമായിട്ട് എന്താണ് പേരെന്നുള്ളത് കൃത്യമായിട്ട് ലേബൽ ചെയ്ത് സൂക്ഷിക്കണം. അത് മാത്രമല്ല വാണിംഗ് അല്ലെ, ഡേഞ്ചറസ് ആയിട്ടുള്ള ഏത് പ്ലേസിലും അതിനനുസരിച്ചുള്ള മെസ്സേജ് അല്ലെ, ആ ഒരു വാണിംഗ് ഇൻഫോർമേഷൻസ് അവിടെ കൊടുത്തിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്കറിയാവുന്ന ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളും അല്ലെ നമ്മൾ നേരത്തെ പഠിച്ച സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്.
ഓക്കെ. എന്തുകൊണ്ടാണ് ഹസാർഡ്സിന് എത്രയും പ്രാധാന്യം കൊടുക്കാൻ കാരണം? ഈ അപകടാവസ്ഥകൾ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അസുഖങ്ങൾ വരാം, അല്ലെങ്കിൽ എല്ലാ എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഹ്യൂമൻ ബീയിങ്ങിനെ അഫക്ട് ചെയ്യാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് അതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അത് ജസ്റ്റ് ഏതെങ്കിലും രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേരെ. ഹസാർഡ്സ് അല്ലെ ട്രാൻസ്മിറ്റഡ് ടു എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ്, അവിടെയുള്ള തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കും എല്ലാം തന്നെ അതിന്റെ എഫക്ട് ഉണ്ടാവും അല്ലെ. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഹസാർഡ്സിന് ഇത്രയും ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വേണമെന്ന് ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ വേണമെന്ന്? യെസ്, എന്താണ് നമ്മുടെ കൃത്യമായിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഹസാർഡ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്. ഹസാർഡ് കമ്മ്യൂണിക്കേഷൻ ഇത്രയും ആവശ്യമായിട്ട് വരാനായിട്ടുള്ള സാധ്യത, ഹസാർഡ്സ് എന്ന് പറഞ്ഞ എന്തെങ്കിലും പൊട്ടിത്തെറികൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ എഫക്ട്സ് അല്ലെ, അതിന്റെ പ്രതിഫലം അല്ലെ, ആഫ്റ്റർ എഫക്ട്സ് ആർക്കൊക്കെ ഏൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്? അവിടെയുള്ള എംപ്ലോയീസിനും ഏൽക്കാൻ സാധ്യതയുണ്ട് അല്ലെ, തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കും എന്ന് പറഞ്ഞാൽ മാത്രമേ ഹോസ്പിറ്റൽ ആകുമ്പോൾ പേഷ്യൻസിനും റിലേറ്റീവ്സിനും സ്റ്റാഫുകൾക്ക് എല്ലാം തന്നെ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇല്ലേ ഇല്ലേ ശരിയല്ലേ? നമ്മളോട് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് അതുകൊണ്ടാണ് ആവശ്യപ്പെടുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ചോദിച്ച് കാണാറുണ്ട് എന്തുകൊണ്ട് അതിന്റെ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ളത്. കാരണം ഓപ്ഷനിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കാരണം അതിന്റെ ഡേഞ്ചറസ് അല്ലെ എല്ലാവരെയും ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് താഴേക്ക് പോകാം. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്സ്. ഇതാണ് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്സ് എന്ന് പറയുന്നത്. It is intended to provide workers and emergency personnel with the procedures for handling or working with that substance in a safe manner and include information such as physical data storage, disposal, protective equipment. Okay, safety measures. Disposal, protective equipment and spill handling procedures. എന്താണ്? It is intended to provide workers and emergency personnel with the procedure for handling or working with the substances in a safe manner. അല്ലെ, നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല സുരക്ഷിതമായിട്ട് തന്നെ ഈ കാര്യങ്ങളെ ഇൻകേസ് എന്തെങ്കിലും അപകടാവസ്ഥ വന്നാൽ തന്നെ തീർച്ചയായിട്ടും സേഫ് ആക്കാനായിട്ട് ഓക്കെ അവര് സുരക്ഷിതമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം. അവർക്കൊരു അപകടം സംഭവിക്കാൻ പാടില്ല അല്ലെ. എപ്പോഴും സ്റ്റാഫുകള് ആണ് ഇത് ഡീല് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരിക. തീർച്ചയായിട്ടും നമുക്കറിയാം അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിരിക്കുന്ന സ്റ്റാഫുകളായിരിക്കും അത് കൈകാര്യം ചെയ്ത്. പക്ഷെ അവർക്ക് ജീവനൊന്നും ഭീഷണികളൊന്നും ഉണ്ടാവരുത് അല്ലെ. അവർക്ക് ഉണ്ടാവുന്ന റെസ്പിറേഷൻ അല്ലെ, അവർക്ക് ശ്വാസ തടസ്സങ്ങളോ അതല്ലെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻസോ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി സുരക്ഷിതമായിട്ട് തന്നെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതിനനുസരിച്ചിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻഫോർമേഷൻ സച്ച് ആസ് ഫിസിക്കൽ ഡാറ്റ സ്റ്റോറേജ്, then disposal, protective equipment and spill handling procedures. So അവർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം എന്തൊക്കെയാണ് അല്ലെ ഇതൊക്കെ കാര്യങ്ങൾ അവിടെ സ്റ്റോറേജ് ചെയ്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം നമുക്കറിയാം ആ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ എവിടെയാണ് നിക്ഷേപിക്കേണ്ടത് അല്ലെ. അവിടെ ഹസാർഡ് ബാഗ് അല്ലെങ്കിൽ ബയോ ഹസാർഡ് വേസ്റ്റ് ബിൻ അങ്ങനെ പ്രത്യേകം വേസ്റ്റ് ബിന്നുകളൊക്കെ ഉണ്ടാവും. സോ അതിനനുസരിച്ചുള്ള വേസ്റ്റ് ബിന്നിൽ കൃത്യമായിട്ട് തന്നെ നിക്ഷേപിക്കണം. നമുക്കറിയാം അല്ലെ അവിടെ അബ്സോർബന്റ് കൃത്യമായിട്ടുള്ള അബ്സോർബന്റ് പാക്സുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അല്ലെ, കണ്ടെയ്നേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട്. അതായത് എത്രത്തോളം വില്ലേജ് വേസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം വേസ്റ്റ് ഏതെങ്കിലും രീതിയിൽ അപകടാവസ്ഥ സംഭവിച്ചിട്ടുണ്ടോ അതിനെ മൊത്തത്തില് നമുക്കറിയാം നിർമ്മാർജ്ജനം ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതെല്ലാം തന്നെ ആഗിരണം ചെയ്യാൻ പറ്റുന്ന കണ്ടെയ്നേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. അത് മാത്രമല്ല നമുക്കറിയാം എല്ലാ വില്ലേജ് വേസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരിക്കലും സ്പ്രെഡ് ചെയ്ത് പോവാതെ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് ഒക്കെ കീപ്പ് ചെയ്തതിനു ശേഷമാണ് അവരതെല്ലാം വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്ത് അതെല്ലാം കൃത്യമായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യണം. നമുക്കറിയാം ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി എല്ലാവരും കൂടി തീ കൊടുത്ത് നശിപ്പിക്കാനൊന്നും പറ്റില്ല അല്ലെ. നമ്മൾ പഠിച്ചപ്പോ പറഞ്ഞില്ലേ, പഠിച്ചു പോയതാണ്. കാരണം ലൊക്കാലിറ്റിയിലൊക്കെ പെർമിഷൻ വേണമെങ്കിൽ അതൊക്കെ കീപ്പ് ചെയ്തതിനു ശേഷം മാത്രമാണ് ഇതൊക്കെ നശിപ്പിച്ച് കളയാൻ പാടുള്ളൂ അല്ലെ. ഡിസ്പോസൽ പ്രൊസീജിയേഴ്സും പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് തീർച്ചയായിട്ടും നമുക്കറിയാം ഇതിനൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള ഗ്ലൗസും ഗൂഗിൾ ഗ്ലാസും അല്ലെ മാസ്കും ഇതൊക്കെ ധരിച്ചതിന് ശേഷം മാത്രമാണ് ആ വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ.
ആൻഡ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയേഴ്സ്. തീർച്ചയായിട്ടും നമുക്കറിയാം അതെ, പ്രൊസീജിയേഴ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മളെല്ലാം പഠിച്ചു പോയതാണ് അല്ലെ? ഓർക്കുന്നുണ്ടോ? ഏതൊക്കെ ഹസാർഡ് വേസ്റ്റുകളൊക്കെയാണ് നമ്മൾ കൈകാര്യം ചെയ്തിരുന്നത്? സ്പില്ലേജ് വേസ്റ്റിൽ അത് തന്നെയല്ലേ എടുത്ത് പ്രതിപാദിക്കുന്നത്? ഒരു 7 സ്പില്ലേജ് വേസ്റ്റിനെ കുറിച്ചിട്ട് പഠിച്ചു പോയിട്ടുണ്ട് അല്ലെ? ഹസാർഡ് വേസ്റ്റ്, കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ്, എന്താണ് മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ്, ഓക്കെ, അങ്ങനെ ഒരുപാട് സ്പില്ലേജ് വേസ്റ്റ് ഉണ്ട് അല്ലെ? അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയർ കൈകാര്യം ചെയ്തിട്ടാണ്, നടപടിക്രമം വഴി തന്നെയാണ് അത് കൈകാര്യം ചെയ്തത് അല്ലെ? ലാസ്റ്റ് നമുക്കറിയാം ഇൻസ്പെക്ടർ അല്ലെ, ഇവിടെ തീർച്ചയായിട്ടും നിരീക്ഷണത്തിന് വിധേയമാക്കിയിട്ട് നല്ല കൃത്യമായിട്ട് രീതിയിൽ തന്നെയാണ് അത് കൈകാര്യം ചെയ്തതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അല്ലെ റിപ്പോർട്ടുകൾ അവിടെ കീപ്പ് ചെയ്യുന്നുമുണ്ട് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഏതെങ്കിലും അപകടാവസ്ഥയിൽ വരാൻ സാധ്യതകളൊക്കെ ഉണ്ട്. സാധ്യതകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ തീർച്ചയായിട്ടും ട്രെയിനിങ് ഒക്കെ ആയിട്ട് അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എടുത്തു പറയുന്നുണ്ട് ഫിസിക്കൽ ഡാറ്റ സ്റ്റോറേജ്, ഡിസ്പോസല്, പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ എന്തൊക്കെയാ, ആൻഡ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ എന്തൊക്കെയാ, അതെല്ലാം കൃത്യമായിട്ട് തന്നെ ആ ഒരു അവയർനെസ് സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപകടകരമായ വസ്തുക്കൾ എന്തൊക്കെയാണെന്നുള്ളത് പ്രത്യേകം ഇവിടെ ലേബൽ വരുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് അപകടകരമായ വസ്തുക്കൾ? അതിന്റെ കുറച്ച് എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. ആൽക്കഹോള്, ആസിഡ് ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ, ഡിസിൻഫെക്ടന്റ്, ക്ലീനിങ് ഏജൻസ്, ഇതൊക്കെ അപകടകരമായ വസ്തുക്കളാണ്. ഇന്ന് നമ്മള് ഹസാർഡ്സിൽ നമ്മൾ പഠിച്ചു പോയി അല്ലെ? നമ്മൾ സ്പില്ലേജ് വേസ്റ്റിൽ നമ്മൾ പഠിച്ചു ബയോ ഹസാർഡ് വേസ്റ്റ് എത്രത്തോളം ഹസാർഡ്സ് നിറഞ്ഞതാണ്, മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ്, മെർക്കുറി എത്രത്തോളം ഹസാർഡ്സ് നിറഞ്ഞതാണ്, കെമിക്കൽ, റേഡിയോ ആക്റ്റീവ് അല്ലെ? ഇതൊക്കെ നമ്മൾ പറഞ്ഞു ലബോറട്ടറിയിൽ. ഓക്കെ, അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഹസാർഡ്സ് എന്താണ്, അപകടമണിച്ച വസ്തുക്കൾ എന്ന് കൃത്യമായിട്ട് തന്നെ ഇൻഫോർമേഷൻസ് ഉണ്ട്. ഓക്കെ, കൃത്യമായിട്ട് തന്നെ മെറ്റീരിയൽസിന്റെ പേരുകളൊക്കെ ലേബൽ ചെയ്ത് വെക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? നമ്മളിപ്പോ എന്താ പറയുക, കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ആണ് അല്ലെ? ഇതെല്ലാം നമ്മള് HAയിൽ പഠിച്ചു പോയതല്ലേ? ഇതിനൊക്കെ ചോർച്ച വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് സ്പില്ലേജ് വേസ്റ്റ് ഇതൊക്കെ പഠിച്ചില്ലായിരുന്നോ? ഓരോ സ്പില്ലേജ് വേസ്റ്റിലും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഇതിനൊക്കെ സ്പില്ലേജ് വേസ്റ്റ് സംഭവിക്കാം. ചിലപ്പോ നമ്മൾ ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റിനൊക്കെ കുറിച്ച് പഠിച്ചു. ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ മൂർച്ചയുള്ളതാണ്. ചിലപ്പോ ഓപ്പറേഷൻ തിയേറ്ററിൽ യൂസ് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ മുറിവ് സംഭവിക്കാം അല്ലെ? എന്തെങ്കിലുമൊക്കെ രീതിയിൽ ആ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ താഴെ വീണ് ചിലപ്പോ വേണമെങ്കിൽ അണുക്കൾ നിറഞ്ഞ വസ്തുക്കളായിരിക്കും. അണുക്കൾ നിറഞ്ഞ എന്തെങ്കിലും നൈഫോ അല്ലെ, പെട്രോളിയോ കത്തികളോ സിസേഴ്സോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. സോ അവിടേക്ക് അണുക്കൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ മറ്റേ ടൈമിൽ നമുക്കറിയാം അതായത് ക്ലീനിങ് ഏജൻസ് ഉപയോഗിച്ചിട്ടൊക്കെ നിർമ്മാർജ്ജനം ചെയ്ത് അണുക്കളെയൊക്കെ നശിപ്പിച്ചിട്ട് വേണം അത് കൈകാര്യം ചെയ്ത് പോകാൻ. ഓരോന്നിനും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ എടുത്തു പോയാൽ തീരില്ല നമ്മള്. അപ്പോ മനസ്സിലാക്കുക, അപകടാവസ്ഥകൾ വരാം. തീർച്ചയായിട്ടും അപകടാവസ്ഥകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എത്ര കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്താലും ഏതെങ്കിലും രീതിയിൽ അല്ലെ, ചെറിയ രീതിയിൽ ഇപ്പൊ നമ്മള് എന്താണ് ബയോ ഹസാർഡ്സിലൊക്കെ നമ്മൾ പറഞ്ഞു എന്താണ് നമ്മുടെ ബ്ലഡ് അല്ലെ, യൂറിൻ എന്തെങ്കിലുമൊക്കെ അല്ലെ കളക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും അണുക്കൾ നിറഞ്ഞ എന്തെങ്കിലും ഒരു സ്പില്ലേജ് വേസ്റ്റ് സംഭവിക്കാം, സ്വാഭാവികമാണ്. സോ പക്ഷെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പേഷ്യൻസിനും റിലേറ്റീവ്സിനും അതേപോലെ തന്നെ സ്റ്റാഫിനൊക്കെ അപകടാവസ്ഥകൾ അല്ലെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. സോ അതിനെല്ലാം നല്ല പ്രോപ്പർ ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യും അല്ലെ? നമ്മൾ അണുക്കൾ ഒരിക്കലും സ്പ്രെഡ് ചെയ്യാൻ അനുവദിക്കരുത്. അണുക്കളൊക്കെ നശിപ്പിക്കുന്ന പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് മതിയാവും അല്ലെ? അതിനനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് സ്റ്റാഫുകളൊക്കെ പ്രവർത്തിക്കുന്നത് അല്ലെ? ഗ്ലൗസും മാസ്ക് ഒക്കെ ധരിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പ്രവർത്തിക്കുന്നത്? ഈ പറഞ്ഞ അണുക്കൾ നിറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അവരുടെ ശരീരത്തിൽ അത് പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള പ്രിക്കോഷൻസ് ആണ് അവരത് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് താഴേക്ക് പോവുകയാണെങ്കിൽ എംപ്ലോയി ട്രെയിനിങ് നമ്മൾ പറഞ്ഞു. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രോപ്പർ എക്യുപ്മെന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഹസാർഡ്സ് എന്തെങ്കിലും അപകടാവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്യാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള പാഡുകളും അതൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക അതിനെ പറ്റി ഇപ്പൊ നമുക്കറിയാം. ഡേയ്സിലൊക്കെ പുതിയ പുതിയ സ്റ്റൈലാണ് അല്ലെ? പുതിയ പുതിയ രീതികളാണ്. എല്ലാ ക്ലീനിങ് കാര്യങ്ങൾക്കൊക്കെ പുതിയ പുതിയ രീതികളുണ്ട്. ആ രീതികളൊക്കെ പഠിച്ചു തന്നെയാണ് ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും അത്തരത്തിലുള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്.
സോ അവിടെ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് എംപ്ലോയീസിനും കൊടുക്കണം. പഴയ കാലഘട്ടത്തിലുള്ള രീതിയിലുള്ള മോപ്പിങ്ങും കാര്യങ്ങളും ഒന്നും അല്ല അല്ലെ, ഇച്ചിരി കൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇപ്പോ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആണോ? ആണ് അല്ലെ. അപ്പൊ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. ചിലപ്പോൾ പരമ്പരാഗതമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളൊക്കെ ആയിരിക്കും പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ മെത്തേഡ്സ് ഒന്നും ചിലപ്പോൾ അവർക്ക് അറിഞ്ഞെന്ന് വരില്ല. സോ അങ്ങനെ വരുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. ദ ഇൻഫെക്ഷൻ പ്രോഗ്രാം, ഇൻഡക്ഷൻ പ്രോഗ്രാം വിച്ച് ഈസ് organized for the new employees consist of all the hazard communication and procedure. In case പുതിയ എംപ്ലോയി ആണ് വരുന്നെങ്കിൽ ഇൻഡക്ഷൻ പ്രോഗ്രാം അല്ലെ, പുതിയ എംപ്ലോയീസ് ആണ് നമ്മുടെ ഹോസ്പിറ്റലിലെ ചാർജ് എടുക്കണമെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കണം അല്ലെ. നേരത്തെ ഉള്ള എംപ്ലോയീസിനൊക്കെ അറിവുണ്ടാവും ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ രീതികളൊക്കെ കൈകാര്യം ചെയ്യണമെന്നുള്ളത്. പക്ഷെ പുതിയ എംപ്ലോയീസിന് ചിലപ്പോൾ വേണമെങ്കിൽ ഇതിനെ കുറിച്ചുള്ള അറിവൊന്നും ഉണ്ടാവില്ല. സോ അവർക്ക് ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ അല്ലെ 1-2 ദിവസത്തെയോ അല്ലെങ്കിൽ ഒരാഴ്ചത്തെയോ ഒരു ഫസ്റ്റ് മന്ത് ഒക്കെ ചിലപ്പോൾ ഒരു ട്രെയിനിങ് പീരീഡ് ആയിരിക്കും. ആ ട്രെയിനിങ് പീരീഡിലൊക്കെ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, എംപ്ലോയി ട്രെയിനിങ് ഒക്കെയാണോ? എംപ്ലോയി ട്രെയിനിങ് എന്ന് പറയുമ്പോൾ പുതിയ എംപ്ലോയി വരുമ്പോൾ ആ എംപ്ലോയിക്ക് കുറച്ച് ടൈമൊക്കെ എടുത്ത് അവർക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലെ, മനസ്സിലാക്കാവുന്ന രീതിയിലൊക്കെ ഇങ്ങനെ ഹസാർഡ്സ് വരുമ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻസ് ഒക്കെ എടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് അലൗ ചെയ്തിരിക്കുന്ന ടൈമിനുള്ളിലൊക്കെ പറഞ്ഞു കൊടുക്കണം. ഹസാർഡ്സ് വേസ്റ്റ്, ഈ അപകടം നിറഞ്ഞ വേസ്റ്റുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുക? ഹസാർഡ്സ് വേസ്റ്റ് ഇസ് ജനറേറ്റഡ് അറ്റ് hospitals by blood spill, human infected parts, infected waste generated from wards, operation theatre, etc. ഓക്കെ, നമുക്കറിയാം അപകടം പിടിച്ച വേസ്റ്റുകൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ നമുക്കറിയാം അണുക്കൾ നിറഞ്ഞ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള എല്ലാ വേസ്റ്റുകളും അപകടം പിടിച്ച വസ്തുക്കളാണ് അല്ലെ, അപകടം പിടിച്ച വസ്തുക്കളാണ്. കാരണം ഇൻഫെക്ഷൻ എല്ലാവർക്കും പടർന്നു പിടിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്, ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള ഡിസീസസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അങ്ങനെ വരുന്ന ഏതൊരു മേഖലയെ നമുക്ക് ഹസാർഡ് വേസ്റ്റിൽ നമുക്ക് ലേബൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ബ്ലഡ് സ്പില്ല് അല്ലെ, നമുക്കറിയാം അണുക്കൾ നിറഞ്ഞ ബ്ലഡിൽ നിന്ന് ഇൻഫെക്ഷൻസ് വരാം. ഹ്യൂമൻ ഇൻഫെക്റ്റഡ് പാർട്സ്, ഹ്യൂമന്റെ അല്ലെ എന്തെങ്കിലൊക്കെ അസുഖങ്ങൾ പിടിപെട്ടിരിക്കുന്ന അല്ലെ എന്തെങ്കിലൊക്കെ അണുബാധ ഏറ്റിരിക്കുന്ന പാർട്സുകളിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻസ് വരാം. ഇൻഫെക്റ്റഡ് വേസ്റ്റ് ജനറേറ്റഡ് ഫ്രം വാർഡുകളിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന വേസ്റ്റുകളിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻസ് വരാം. ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം അസുഖങ്ങളൊക്കെ ബാധിക്കുന്നത് കൊണ്ടാണ് ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് അതിനെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുന്നത്. സോ അങ്ങനെയൊക്കെ വരുന്ന വേസ്റ്റുകളിൽ അണുക്കളുടെ കണ്ടന്റ് ഒക്കെ കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള കെയറോടും ഇത് തന്നെയായിരിക്കണം ഹാൻഡിൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവും, പ്രിക്വേഷൻസും ഉണ്ടാവും. സോ ആ പ്രിക്വേഷൻസ് ഒക്കെ കീപ്പ് ചെയ്ത് നടപടിക്രമങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോയി കഴിയുമ്പോൾ യാതൊരു തരത്തിലുള്ള ഇൻഫെക്ഷൻസും വരാൻ സാധ്യതയില്ല. ഓക്കെ, പ്രിവെൻഷൻ. സോ നമ്മൾ പറഞ്ഞു വന്ന രീതിയിലെ പോലെ തന്നെ ഹസാർഡ് വേസ്റ്റുകൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇന്ന ഏരിയയിലൊക്കെ ഹസാർഡ് വേസ്റ്റ് വരാം. ജസ്റ്റ് ഒന്ന് ഹസാർഡ് വേസ്റ്റിന് എക്സാമ്പിൾസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ബ്ലഡ് സ്പില്ല് അല്ലെ, അവിടെ ബ്ലഡ് സ്പില്ല്, ഹ്യൂമൻ ഇൻഫെക്റ്റഡ് പാർട്സ്, ഇൻഫെക്റ്റഡ് വേസ്റ്റ് ജനറേറ്റഡ് ഫ്രം അല്ലെ ഫ്രം വാർഡ്സ്, ഓപ്പറേഷൻ തിയേറ്റർ എക്സെട്ര. ഇതൊക്കെ നമുക്കറിയാം ഹസാർഡ് വേസ്റ്റിൽ നമുക്ക് പറയാവുന്നതാണ്, കാരണം ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളതാണ്. പ്രിവെൻഷൻസ് എന്ന് പറയുന്നത് എന്താണ്? പ്രിവെൻഷൻസിന് ഒരു എക്സാമ്പിൾ എന്ന് പറയാമോ? നമ്മളെപ്പോഴും എക്സ്പാൻഡഡ് ഫോമില് പഠിക്കാറുണ്ട് പ്രിവെൻഷൻസ് എടുക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പോകുമ്പോഴൊക്കെ എന്ത് ധരിക്കണം എന്നാ പറയാ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെ, ഗ്ലൗസ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിൽ നമുക്ക് എല്ലാം പറയാം അല്ലെ, ഗ്ലൗസ് അല്ലെ, അവിടെ ധരിക്കുന്ന വസ്തുക്കള്, മാസ്ക് എല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. സോ പ്രിവെൻഷൻസ്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് ആർ ഫോളോഡ് ടു പ്രിവെന്റ് ഹസാർഡ്സ് ഫ്രം ബയോമെഡിക്കൽ വേസ്റ്റ്. നമുക്കറിയാം ഇതിന്റെ പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ 1998 ബയോമെഡിക്കൽ വേസ്റ്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട് അല്ലെ. സ്പില്ലേജ് വേസ്റ്റിനെ പോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ്. ഓക്കെ, അപ്പൊ അതിലാണ് 1998 അങ്ങനെ ഒരു സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡീപ്പായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതനുസരിച്ചുള്ള പ്രിക്കോഷൻസ് ഒക്കെ അവിടെ തീർച്ചയായിട്ടും എടുക്കേണ്ടതായി വരും. എല്ലാ ഹോസ്പിറ്റലിലും അത് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഫോളോ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ മാത്രമാണ് പേഷ്യൻസിന് പോവുകയുള്ളൂ. കാരണം അല്ലെങ്കിൽ അവർക്ക് പേടിയായിരിക്കും അല്ലെ, ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതകളുണ്ട്. സോ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നടപ്പാക്കി പോകുന്ന ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും എല്ലാ പേഷ്യൻസും പോകുന്നത്. സോ പ്രിവെൻഷൻസ് എന്ന് പറയുമ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് ആർ ഫോളോഡ് ടു പ്രിവെന്റ് ഹസാർഡ്സ് ഫ്രം ബയോമെഡിക്കൽ വേസ്റ്റ്. അപകടാവസ്ഥയുടെ മുൻകരുതൽ എടുക്കാൻ പറ്റുന്ന നിയമ നടപടികളൊക്കെ ഉണ്ട്. ആ നടപടിക്രമം ഫോളോ ചെയ്ത് പോകേണ്ടതായിട്ട് വരും.
ഡിസാസ്റ്റർ പ്ലാനിങ് ഇതും നമ്മൾ പഠിച്ചു പോയതാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ പഠിച്ചു പോയതാണ് അല്ലേ? ഓക്കെ. ഡിസാസ്റ്റർ മാനേജ്മെന്റിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എല്ലാവർക്കും നമുക്ക് അറിയാം, എല്ലാ ഹോസ്പിറ്റലിലും പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാനായിട്ടുള്ള ഏരിയ പ്രത്യേകമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? അതിനനുസരിച്ചുള്ള ഡെമോ ഒക്കെ കാണിച്ചിട്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് അപകടം പിടിച്ച കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റുക അല്ലെ? ആ ഒരു രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ പഠിച്ചു പോയതാണ്. സോ അതൊക്കെ ജസ്റ്റ് അല്ലെ, ഇതൊക്കെ ഹസാർഡ്സുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ അവിടെ ഉണ്ടാവുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു പോയതാണ്. നമ്മള് പഠിച്ചു പോയ കാര്യങ്ങളൊക്കെയാണ്, ഡിപ്ലോമയിൽ പഠിച്ചു പോയ കുറച്ച് കാര്യങ്ങളാണ് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് എംപ്ലോയി ട്രെയിനിങ്. എന്താണ് ഇൻഡക്ഷൻ എന്നുള്ള പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. ഇൻഡക്ഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ന്യൂ എംപ്ലോയീസ് ആണ് എങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു ഫസ്റ്റ് ഒന്ന് രണ്ട് വീക്കോ അല്ലെങ്കിൽ 1 മന്തോ ഒക്കെ കൊടുക്കുന്ന ജസ്റ്റ് ട്രെയിനിങ് ആണ്. ട്രെയിനിങ് പീരീഡിൽ ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളും അല്ലെ, ഹസാർഡ്സ് വരാൻ സാധ്യതകളുള്ള കാര്യങ്ങളോ അതിന്റെ മുൻകരുതലുകളൊക്കെ കൃത്യമായിട്ട് ആ പുതിയ എംപ്ലോയ്ക്ക് പകർന്നു കൊടുക്കുന്നതാണ് ഇൻഡക്ഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ നമുക്ക് വേറൊരു പേര് കൂടി അറിയപ്പെടാം, ഓറിയന്റേഷൻ പ്രോഗ്രാം. നിങ്ങൾ ഇൻഡക്ഷൻ പ്രോഗ്രാം തന്നെ പഠിച്ചാൽ മതി. അപ്പൊ ഇൻഡക്ഷൻ പ്രോഗ്രാം ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേര്. ഓക്കെ, എന്താണുള്ളത്? അത് ന്യൂ എംപ്ലോയിക്ക് കൊടുക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് താഴേക്ക് പോകാലോ. ഓക്കെ, നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി അടുത്തത് നമുക്ക് റിസ്ക് മാനേജ്മെന്റ് ആണ്. എന്താണ് റിസ്ക് മാനേജ്മെന്റ്? ഇതുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ തന്നെയാണ്. ഹസാർഡ്സ് വരുമ്പോൾ ഉണ്ടാകുന്ന അല്ലെ, അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഈ പറഞ്ഞ റിസ്ക് മാനേജ്മെന്റ്. റിസ്ക് മാനേജ്മെന്റ് അപ്ലൈസ് ടു മെഡിക്കൽ എക്വിപ്മെന്റ് ആൻഡ് ഇറ്റ്സ് സേഫ് യൂസ്. തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാ എക്യുപ്മെന്റ്സും അല്ലെ, അവിടെ ഹോസ്പിറ്റലിലുള്ള എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ തന്നെ നമുക്കറിയാം സേഫ് ആയിട്ടൊക്കെ യൂസ് ചെയ്യണം അല്ലെ. ഈ പറഞ്ഞ ഹസാർഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അതിനെയൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നല്ല രീതിയിൽ തന്നെ സുരക്ഷിതമായിട്ട് തന്നെ യൂസ് ചെയ്യുന്നതിനനുസരിച്ചുള്ള ട്രെയിനിങ് ഒക്കെ എംപ്ലോയീസിനെ കൊടുക്കുകയാണ് അല്ലെ. റിസ്ക് മാനേജ്മെന്റ് കമ്മിറ്റി ഈസ് ഫോംഡ് ടു അഡ്രസ് ദ റിസ്ക് ഇൻ ദ ഹോസ്പിറ്റൽ. ഓക്കെ, നമുക്കറിയാം ഒരു റിസ്ക് മാനേജ്മെന്റ് കമ്മിറ്റി ഹോസ്പിറ്റലിൽ ഉണ്ടാവും, ഫോം ചെയ്തിട്ടുണ്ടാവും, രൂപീകരിച്ചിട്ടുണ്ടാവും. കാരണം അപകടാവസ്ഥകളൊക്കെ വരുമ്പോൾ റിസ്ക് മാനേജ്മെന്റ് ആയിരിക്കും അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അത് പെട്ടെന്ന് അതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അവർക്കായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള റെസ്പോൺസിബിലിറ്റി. അപ്പൊ റിസ്ക് മാനേജ്മെന്റ് കമ്മിറ്റീസ് ഫോർവേഡ് ടു അഡ്രസ് ദ റിസ്ക് ഇൻ ദ ഹോസ്പിറ്റൽ. ഇതിനു വേണ്ടിയിട്ടാണ് റിസ്ക് മാനേജ്മെന്റ് കമ്മിറ്റി ഫോം ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന റിസ്കുകളെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ ആണോ? അതായത് റിസ്ക് മാനേജ്മെന്റ് കമ്മിറ്റി ഫോംഡ് ഇൻ ദ ഹോസ്പിറ്റൽ, റിസ്ക് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ വരുന്ന റിസ്കുകളെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റിസ്ക് മാനേജ്മെന്റ് കമ്മിറ്റി ഫോം ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് കമ്മിറ്റി അനലൈസ് ദ റിസ്ക് ഇൻസിഡൻസ് ഇൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ഇംപ്ലിമെന്റ് എ സേഫ് പ്രാക്ടീസ്. ഓക്കെ, കമ്മിറ്റി എപ്പോഴും അനലൈസ് ചെയ്യും, വിലയിരുത്തും. ഓക്കെ, റിസ്കുകൾ വരാമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അവർ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇൻ കേസ് ഏതെങ്കിലും അപകടാവസ്ഥ വന്നാൽ തന്നെ അത് കമ്മിറ്റി കൃത്യമായിട്ട് തന്നെ വിശകലനം ചെയ്ത് ആ ഇൻസിഡൻസിന് അല്ലെ എന്തൊക്കെ സേഫ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം സുരക്ഷിതമായിട്ട് എംപ്ലോയിക്കും പിന്നെ അതേപോലെ തന്നെ പേഷ്യൻസിനൊക്കെ സുരക്ഷിതമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യും, എന്ന് വെച്ചാൽ നടപ്പാക്കുന്നു. ഓക്കെ, ഇപ്പൊ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ മനസ്സിൽ വെച്ചിട്ട് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെന്റ് കമ്മിറ്റി ഈസ് ഫോംഡ് ടു അഡ്രസ് ദ റിസ്ക് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ റിസ്ക് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് റിസ്ക് മാനേജ്മെന്റ് കമ്മിറ്റി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്കൊരു ചെറിയ ഭാഗം കൂടിയുണ്ട്. ഞാൻ പറ്റുകയാണെങ്കിൽ അടുത്ത ചാപ്റ്റർ കൂടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഓർത്തിട്ടാണ്. നമ്മൾ 5th മൊഡ്യൂൾ അങ്ങനെ കഴിഞ്ഞാല് എല്ലാവരും 5th മൊഡ്യൂൾ എല്ലാവരും എടുത്ത് കഴിഞ്ഞിട്ടില്ല, എന്നാലും 1-2 പേരൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. 5th മൊഡ്യൂൾ കഴിയാറായില്ലേ? നമുക്ക് ഇന്ന് 5th മൊഡ്യൂൾ അവസാനിപ്പിക്കാം, 6th പോകാം. നമുക്ക് 6th വലിയൊരു ഇതായിട്ടുള്ളത് 7th ഒരു വലിയ ചാപ്റ്റർ ആണ്. സോ അതുകൊണ്ട് 6th എത്രയും എല്ലാവരുടെയും 6th കഴിയുന്നതിന് മുമ്പ് 7th നമുക്ക് തുടങ്ങാം, എന്നാലാണ് നമ്മുടെ 7th തീരുള്ളൂ. സോ നമുക്ക് നോക്കാം. അക്രഡിറ്റേഷൻ കൂടിയുണ്ട്. ഓക്കെ,
നമുക്ക് ഇത് അറിയാവുന്ന ഒരു ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പോയത്. കാരണം നമ്മള് എച്ചിയില് നമ്മള് സ്പില്ലേജ് വേസ്റ്റും ബയോമെഡിക്കൽ സ്പില്ലേജ് വേസ്റ്റും അതേപോലെ തന്നെ സ്പില്ലേജ് വേസ്റ്റ് ഒക്കെ നമ്മൾ എടുത്ത് പോയേക്കാൻ ഭാഗങ്ങളാണ്. അതുമായി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി ലാസ്റ്റ് നോക്കാനുള്ളത് സ്പെഷ്യൽ സേഫ്റ്റി മെഷേഴ്സ് ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സുകളാണ് ഇവിടെ പറഞ്ഞത്. For the safety of a patients and their relatives, the hospital follows the following safety measures. Okay, നമുക്കറിയാം നമ്മുടെ പേഷ്യൻസിന് സുരക്ഷിതം, തീർച്ചയായിട്ടും നമുക്കറിയാം പേഷ്യൻസിന് സുരക്ഷിതം വാഗ്ദാനം ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് പേഷ്യൻസ് വരാനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ വരാനായിട്ട് അവർ തയ്യാറാവുന്നത്. അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യതയുള്ള ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഒരു പേഷ്യൻസ് തയ്യാറാവുന്നത് അല്ലെ. അപ്പൊ അവര് സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടമാണ് എന്ന് മനസ്സിൽ കരുതുന്നത് കൊണ്ട് തന്നെയാണ് അവര് ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്, ട്രീറ്റ്മെന്റിലേക്ക് വരുന്നത്. സോ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ നോക്കിയാണെങ്കിൽ സേഫ്റ്റി ബെൽറ്റ് ആൻഡ് റെയിലിംഗ് ഫോർ ബെഡ് ആൻഡ് വീൽചെയർസ്. തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാ പേഷ്യൻസിനും സ്വമേധയാ നടന്നു പോകാനൊക്കെ ആയിട്ടുള്ള ഒരു സെൽഫായിട്ട് കൈകാര്യം ചെയ്യാനായിട്ടുള്ള സാധ്യതകളൊന്നും ഉണ്ടാവണമെന്നില്ല അല്ലെ. ചില അൺവെൽ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് എന്താണ് ചെയറും വീൽചെയറും അതേമാതിരി സ്ട്രക്ചർ ഒക്കെ യൂസ് ചെയ്ത് മാത്രമാണ് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്കറിയാം അവര് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ അവിടെ സ്പെഷ്യൽ ബെഡ്സും വീൽചെയറൊക്കെ അവിടെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് ബെൽറ്റും കൂടി യൂസ് ചെയ്യണം എന്നുള്ളതാണ് എടുത്ത് പറയുന്നത്. വീണ്ടും പറയുന്നു സ്പെഷ്യൽ അറ്റൻഷൻ ടു ഡിസേബിൾഡ് ആൻഡ് എൽഡർലി പേഷ്യൻസ്. നമുക്കറിയാം ഹോസ്പിറ്റലില് എല്ലാം അല്ലെ നല്ല വലിയ കുഴപ്പമില്ലാതെ യോഗ്യരായ പേഷ്യൻസും ഉണ്ടാവും. കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേഷ്യൻസും വരാനൊക്കെ ആയിട്ടുള്ള സാധ്യത അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം ഭൂരിഭാഗം പേഷ്യൻസും ഒന്നില്ലെങ്കിൽ കുട്ടികൾ അതല്ലെങ്കിൽ കുറച്ചും കൂടി ഏജ് ആയിട്ടുള്ളതാണ് അല്ലെ. വലിയ കുഴപ്പമില്ലാത്ത മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ് വളരെ കുറവായിരിക്കും. കാരണം അവരെങ്ങനെയെങ്കിലൊക്കെ അവരുടെ എനർജി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകും. അത്രയും ഏജിലൊക്കെ ആവുമ്പോഴായിരിക്കും ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എൽഡർലി പേഷ്യൻസ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യൽ അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യും. എന്നുവെച്ചാൽ സ്പെഷ്യൽ ആയിട്ടുള്ള കെയർ കൊടുക്കണം. കാരണം അങ്ങനെ കെയർ കൊടുക്കുമ്പോഴാണ് അവർക്ക് ആ ഹോസ്പിറ്റലിൽ വരാനായിട്ടുള്ള സാധ്യത. നമുക്കറിയാം നമ്മള് അല്ലെ പേഷ്യൻസ് സേഫ്റ്റി കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് പേഷ്യൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പോയതാണ്. സോ സ്പെഷ്യൽ അറ്റൻഷൻ ടു ഡിസേബിൾഡ് ആൻഡ് എൽഡർലി പേഷ്യൻസ്, എന്തെങ്കിലൊക്കെ വൈകല്യമുള്ള പേഷ്യൻസോ അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ വരെയാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യണം. Then call bells in private rooms. ഡോക്ടേഴ്സിലോ അങ്ങനെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ബോധിപ്പിക്കണമെങ്കിലൊക്കെ അതിനനുസരിച്ചിട്ടുള്ള ഫോർമാറ്റ്സ് ഒക്കെ അവിടെ സെറ്റ് ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ട് അതൊക്കെ സജ്ജീകരിക്കുന്നത് പേഷ്യൻസിന് വേണ്ടിയിട്ട് അല്ലെ. പേഷ്യൻസിന് നല്ല തരത്തിലുള്ള സേവനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സൽ പ്രിക്കോഷൻസ് ഇൻ HIV പോസിറ്റീവ് ആൻഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പേഷ്യൻസ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം വരാനായിട്ട് സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ പടർന്നു പിടിക്കാൻ പറ്റാവുന്ന ട്രാൻസ്മിറ്റബിളായിട്ടുള്ള ഡിസീസുകളൊക്കെ ഉണ്ടായാൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പ്രിക്കോഷൻസ് അല്ലെ അവിടെ ഐസൊലേറ്റ് ചെയ്ത് അവരെ വേർതിരിച്ചിട്ട് തന്നെ കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം നമുക്കറിയാം പേഷ്യൻസിന് സേഫ്റ്റി അവർക്ക് ഫീൽ ചെയ്യില്ല. സോ അതനുസരിച്ചിട്ടുള്ള സജ്ജീകരണങ്ങൾ ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസുകളൊക്കെ അങ്ങനെയുള്ള ഡിസീസസ് ഉണ്ടെങ്കിൽ അതിനായിട്ടുള്ള ഒരു സ്പെഷ്യൽ കെയർ അല്ലെ ഒരു ഐസൊലേഷൻ കാര്യങ്ങളൊക്കെ അവിടെ കൈകാര്യം ചെയ്ത് പോകണം. Then safe transportation of patients by following safe techniques. തീർച്ചയായിട്ടും നമുക്കറിയാം ട്രാൻസ്പോർട്ടേഷൻ അല്ലെ നമ്മള് കണ്ടിട്ടുള്ളതാണ്. പേഷ്യൻസിനൊക്കെ മറ്റൊരു ഇതിലേക്കോ അല്ലെ വാർഡിൽ നിന്ന് ICUയിലേക്കോ അതല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ പുറത്തൊക്കെ അല്ലെ അതൊക്കെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു പോയേക്കുന്നതാണ്. ICUയിൽ പഠിച്ചു പോയേക്കുന്നതാണ്. പേഷ്യൻസ് ട്രാൻസ്ഫർ പേഷ്യൻസ് ഒക്കെ ബന്ധപ്പെട്ട് അതൊക്കെ കൃത്യമായിട്ട് തന്നെ സേഫ് ടെക്നിക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്കറിയാം അത് സേഫ് ആയിട്ടല്ലേ അവര് പോകുമ്പോൾ കൃത്യമായിട്ടുള്ള ചെക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്കറിയാം പലതരത്തിലുള്ള ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ. പഠിച്ചു പോയതല്ലേ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിലൊക്കെ അല്ലെ. ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിലൊക്കെ നമ്മൾ പല കാര്യങ്ങളും പഠിച്ചു പോയില്ലേ. നമുക്ക് പല മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യാം. റോഡ് മാർക്ക് ഉപയോഗിക്കാം, എയർ മാർക്ക് ഉപയോഗിക്കാം അല്ലെ. അത് ഏത് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ എപ്പോഴും സേഫ് ആയിട്ടുള്ള കാര്യമാണ്. അന്ന് അർജൻസി കേസ് ഒക്കെയാണ് അല്ലെ. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ആണെങ്കിൽ
നമുക്കറിയാം എമർജൻസി കാര്യങ്ങളൊക്കെയാണ്. അതിനൊക്കെ വേണമെങ്കിൽ നമുക്കറിയാം വിമാനം അല്ലെ അതൊക്കെ ഉപയോഗിച്ചിട്ട് ഹെലികോപ്റ്ററൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ മക്കൾക്ക് ഉപയോഗിക്കാം. അവിടെ കൃത്യമായിട്ടുള്ള സേഫ് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് അല്ലെ ചില ട്രാൻസ്ഫറിങ് സാഹചര്യങ്ങളിലൊക്കെ ഡോക്ടേഴ്സും അവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അസിസ്റ്റന്റ് നഴ്സുമാരൊക്കെ കൂടി ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അതിലൊക്കെ നമുക്കറിയാം റിലേറ്റീവ്സ് പേഷ്യൻസ് മാത്രമൊക്കെ ആയിരിക്കും. അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങളായിരിക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ ഈ പറഞ്ഞ മെഡിസിൻസ് ഒക്കെ എടുത്ത് വെച്ച് അല്ലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇൻജെക്ട് ചെയ്ത് മെഡിസിൻ ഒക്കെ കൊടുത്തു പോകേണ്ട പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ട് വേണം അല്ലെ അവരെ പറഞ്ഞേക്കാനായിട്ട്. അപ്പൊ സേഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ അതൊക്കെ പേഷ്യൻസിന് സേഫ്റ്റി മുൻകരുതലായിട്ട് എടുത്തുകൊണ്ട് നടപ്പാക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അതിനെ കുറിച്ചിട്ടൊന്നും പറയേണ്ടതുണ്ടോ? സേഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഷ്യൻസ് ബൈ ഫോളോയിങ് സേഫ് ടെക്നിക്സ്. ഓക്കെ, അവിടെ കൃത്യമായിട്ട് അതിനനുസരിച്ചിട്ടുള്ള ടെക്നിക്സുകൾ പ്രൊവൈഡ് ചെയ്യണം. ക്വസ്റ്റ്യൻ സയൻസ് ബോർഡ്സ് ആയിട്ട് ഇവിടെ ഫോളോയിങ് സേഫ് ടെക്നിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സേഫ് ടെക്നിക്സ് ഒന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ട്രാൻസ്പോർട്ട് പേഷ്യൻസിൽ എങ്ങനെയാണ് പേഷ്യൻസിനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഓക്കെ അത് നമ്മൾ താഴേക്ക് പോയിരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഓരോ വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്ക് അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ പേഷ്യൻസിനെ എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്ത് പോകുന്നതിനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. അടുത്ത സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ആണ് ക്വസ്റ്റ്യൻ സയൻസ് ബോർഡ്സ് അറ്റ് വേരിയസ് പ്ലേസസ്. പേഷ്യൻസിനെല്ലാം നമുക്കറിയാം ഏത് പ്ലേസും കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ എവിടേക്ക് വേണമെങ്കിൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കാനായിട്ട് തിയേറ്ററിൽ പോകാനോ അല്ലെങ്കിൽ ക്യാൻറ്റീൻ സർവീസ് ചെയ്യാനോ അല്ലെങ്കിൽ ലാബിൽ പോകാനോ എവിടെ പോകാനാണെങ്കിലും കൃത്യമായിട്ടുള്ള സൈൻ ബോർഡ്സ് ഒക്കെ അവിടെ കൊടുത്തിരിക്കണം. അങ്ങനെ വരുമ്പോൾ പേഷ്യൻസിന് ബുദ്ധിമുട്ടാതെ തന്നെ എവിടെയാണ് എത്തിപ്പെടേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് എത്തിപ്പെടാനായിട്ട് സാധിക്കും. പേഷ്യന്റ് എഡ്യൂക്കേഷൻ ഫോർ ദെയർ സേഫ്റ്റി, അവർക്ക് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ബോധവൽക്കരണങ്ങളൊക്കെ കൊടുക്കുക. ഇന്ന പ്ലേസുകളിലൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം. ഓക്കെ, നമുക്കറിയാം തീർച്ചയായിട്ടും ഓറിയന്റേഷൻ ഓക്കെ, ഒരു മിനിറ്റ് പോയതല്ല, ഞാൻ ഓഫ് ചെയ്തതാണ്. സൗണ്ട് പ്രോബ്ലം വന്നപ്പോ ഞാൻ ഓഫ് ചെയ്തതാണ്. സോറി, ക്ഷമിക്കണം. അപ്പോ അതില് നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്? സൈൻ ബോർഡ്. ഓക്കെ, സൈൻ ബോർഡ് എന്താണ് കൃത്യമായിട്ടൊക്കെ പേഷ്യൻസിന് മനസ്സിലാകുന്ന രീതിയിലൊക്കെ സൈൻ ബോർഡ് കൊടുക്കണമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ പേഷ്യന്റ് എഡ്യൂക്കേഷൻ ഫോർ ദെയർ സേഫ്റ്റി, അവരുടെ സുരക്ഷാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണങ്ങളൊക്കെ നടത്തണം അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ പറഞ്ഞ റേഡിയേഷനുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ എക്സ്റേയും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ അല്ലെ ആ ഒരു ഇതിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ലാബിലാണെങ്കിലും എവിടെയാണെങ്കിലും അവർക്ക് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് അവർക്ക് മുൻകരുതലുകൾ കൊടുക്കണം. നമ്മൾ ഇത്രയും ഗ്യാപ്പിൽ നിൽക്കാൻ പാടുള്ളൂ. ഇന്ന പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഒക്കെ ധരിച്ചതിന് ശേഷം മാത്രമാണ് ഈ സ്കാനിങ്ങിലൊക്കെ വരാൻ പാടുള്ളൂ അല്ലെ. നമുക്കറിയാം MRI സ്കാനും CT സ്കാനും അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോകുമ്പോൾ അവരുടെ സേഫ്റ്റി, പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനനുസരിച്ചുള്ള ഓക്കെ പേഷ്യൻസ് എഡ്യൂക്കേഷൻ ഫോർ ദെയർ സേഫ്റ്റി. അതായത് ജസ്റ്റ് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, പേഷ്യന്റിന് ബോധവൽക്കരണം കൊടുക്കുക. അതായത് സുരക്ഷാ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ബോധവാന്മാരാക്കുക. സുരക്ഷാ കാര്യങ്ങളെ മുൻനിർത്തി ബോധവാന്മാരാക്കുക എന്നുള്ളത് പറയുന്നത് എന്താണ്? സുരക്ഷാ കാര്യങ്ങളെ ബോധവാന്മാരാക്കുക എന്ന് പറയുന്നത് അവർക്ക് അതിനനുസരിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുക. തിയേറ്ററിൽ പ്രവേശിക്കുന്നതിലേക്ക് മുമ്പ് ഇങ്ങനെയുള്ള അല്ലെ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിക്കണം, അല്ലെങ്കിൽ എക്സ്റേക്ക് പോകുമ്പോൾ ഇന്ന കാര്യങ്ങൾ കീപ്പ് ചെയ്യണം അല്ലെ. അവിടെ റേഡിയേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാം, ഇന്ന അകലങ്ങൾ പാലിക്കണം. അങ്ങനെയൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം നടപ്പാക്കുക എന്നുള്ളത്. ഓക്കെ, എല്ലാ പേഷ്യൻസിനും എല്ലാത്തിനെയും കുറിച്ചിട്ട് നല്ല അറിവുണ്ടാവണം എന്നില്ല. സോ അവരെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക.
ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അതായത് സ്പെഷ്യൽ സേഫ്റ്റി മെഷേഴ്സ് ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന് നമ്മൾ കൊടുക്കാവുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, പേഷ്യൻസിന് കൊടുക്കാവുന്ന സ്പെഷ്യൽ കാര്യങ്ങളിൽ ഫസ്റ്റ് വൺ പറഞ്ഞു, ബെൽറ്റ് ധരിപ്പിച്ചിട്ട് വീൽ ചെയർ ആണെങ്കിൽ സ്ട്രക്ചർ ആണെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ ബെൽറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവരെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കാം. ദെൻ ഡിസേബിൾഡ് ആൻഡ് എൽഡർലി പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുക. കാരണം അവർക്ക് ചിലപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി എഡ്യൂക്കേഷൻ അല്ലെ, ബോധവൽക്കരണമൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് മനസ്സിലായിട്ട് വരില്ല. സോ കുറച്ചും കൂടി അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരെ നല്ല രീതിയിൽ നമുക്കറിയാം പലതരത്തിലുള്ള സിമ്പതി മെമ്പതിയൊക്കെ നമ്മൾ പഠിച്ചു പോയതാണ്. സോ ആ രീതിയിലൊക്കെ അവരെ നമ്മൾ ക്വൈറ്റ് ആയിട്ട് നിർത്തി അവർ നമ്മളെ ചേർത്ത് നിർത്തിയിട്ട് അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. കോൾബെൽസ് ഇൻ പ്രൈവറ്റ് റൂംസ്, ഡോക്ടേഴ്സിന്റെ അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ അവിടെയൊക്കെ കോൾബെൽസ് ചെയ്യുക. കേസ് നഴ്സുമാരോട് എന്തെങ്കിലും ചോദിക്കാനായിരിക്കാം. ഓക്കെ, ഏതാണെങ്കിലും അവിടെയൊക്കെ പ്രത്യേകമായിട്ട് കോൾബെൽസ് സജ്ജീകരിച്ചു കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ അവർക്ക് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും പറയുന്നതിനുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ അവൈലബിൾ ആവുന്നു. ദെൻ യൂണിവേഴ്സൽ പ്രിക്കോഷൻസ്, HIV പോലെയുള്ള ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അനുസരിച്ചുള്ള സ്പെഷ്യൽ കെയർ കൊടുക്കുക, ഐസൊലേറ്റ് ചെയ്തിട്ട് അവരെ കൈകാര്യം ചെയ്യുക. സേഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഷ്യൻസ്, സേഫ് ആയിട്ട് എവിടെയും അല്ലെ പേഷ്യൻസിന് എവിടെയും പോകാനായിട്ടും പേഷ്യൻസിനെ പറഞ്ഞയക്കുകയാണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ടെക്നിക്സുകളൊക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്യുക. ഇൻ കേസ് ഓഫ് ഹോസ്പിറ്റലിലെ ഏത് ഇടത്തിലും പോയി അവരുടെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സൈൻ ബോർഡുകളൊക്കെ അവിടെ കൃത്യമായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ പേഷ്യൻസ് എഡ്യൂക്കേഷൻ ഫോർ ദെയർ സേഫ്റ്റി, അവരുടെ സുരക്ഷ കാര്യങ്ങളൊക്കെ മുൻനിർത്തി അവരെ ബോധവാന്മാരാക്കുക. ഓക്കെ ആണോ? ഇതിന് ചോദ്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും സേഫ്റ്റി മെഷേഴ്സ് ഓഫ് പേഷ്യൻസ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചോദിക്കാം. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. റിസ്ക് മാനേജ്മെന്റ് എന്താണെന്നുള്ളത്, ഡിസാസ്റ്റർ പ്ലാനിങ്, പ്രിവെൻഷൻ, ഹസാർഡ് വേസ്റ്റ്, ഇതൊക്കെ ജസ്റ്റ് കുറച്ചാണെങ്കിലും ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിച്ചു കാണാൻ സാധ്യതകളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കി തന്നെ പോവാം. ഡിറ്റക്ഷൻ പ്രോഗ്രാം എന്താണ് അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പോവാം. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകള്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോക്കാം, ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടോ നോക്കാം. ാണോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ നമ്മളുടെ നെക്സ്റ്റ് മോഡ്യൂളില് 6th മോഡ്യൂളില് നമ്മുടെ ചാപ്റ്റർ 5th ചാപ്റ്റർ ആണ്. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ചാപ്റ്റർ. കുഴപ്പമില്ലല്ലോ, സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നതിന് 4 മിനിറ്റേ ഉള്ളൂ, ജസ്റ്റ് പറയുന്നേ. മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലാണ് അല്ലെ. നമ്മള് മിക്കവാറും വലിയ വലിയ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അതായത് എവിടെയെങ്കിലൊക്കെ അഴിച്ചുപണികളും എന്തെങ്കിലും അല്ലെ എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ടോ? ഉണ്ടാവോ? അങ്ങനെ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടാറുണ്ടോ? ഉണ്ട് അല്ലെ. വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ ഏതെങ്കിലും ഭാഗത്ത് എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കണ്ടോ അല്ലെ. എവിടെയെങ്കിലും പ്ലംബിംഗ് വർക്കോ ഇലക്ട്രീഷ്യൻ വർക്കോ അല്ലെ എന്തെങ്കിലും വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ അവിടുത്തെ എക്യുപ്മെന്റ്സുകളൊക്കെ നല്ല രീതിയിൽ മാറ്റി വയ്ക്കുകയും അല്ലെ എന്തെങ്കിലുമൊക്കെ വർക്കുകൾ മെയിൻ്റനൻസ് വർക്കുകൾ അവിടെ നടപ്പാക്കുന്നുണ്ടാവും. ഇപ്പൊ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവിടെ ഒരുപാട് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ
എന്താണ് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു, പ്ലംബിംഗ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട്. സോ അവിടെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കേടുപാടുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അല്ലെ. ഒരു റൂം എടുത്ത് അല്ലെങ്കിൽ ഒരു വാർഡിൽ പേഷ്യൻസ് നിൽക്കുകയാണെങ്കിലും അവിടെയുള്ള പ്ലംബിംഗ് സൗകര്യങ്ങൾക്ക് എന്തെങ്കിലും അസൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾക്ക് കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കണം അല്ലെ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ ഉപകരണങ്ങളാണെങ്കിലും എന്തെങ്കിലും കൈകാര്യം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ വർക്കിംഗ് അല്ലാതെയൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അല്ലെ. അവിടെ എക്യുപ്മെന്റ്സ് ഒക്കെ എപ്പോഴും പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം. അതല്ലാത്ത പക്ഷം നമുക്കറിയാം എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഹോസ്പിറ്റലിലെ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ ബ്രേക്ക് ഡൗൺ ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രോഗിയെ തന്നെ അല്ലെ ജീവനെ തന്നെ അത് എന്തെങ്കിലും രീതിയിൽ ബാധിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. സോ ഹോസ്പിറ്റലിലെ മെയിന്റനൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അപ്പൊ അതിലെ കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചു പോകാനുള്ളത്. പക്ഷെ അതിലെ ലാംഗ്വേജ് ചിലപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു രീതിയിലല്ല, നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതായത് മെയിന്റനൻസ് പറയുമ്പോൾ ഹോസ്പിറ്റലിലുള്ള മെയിന്റനൻസ് കാര്യങ്ങൾ, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, എക്യുപ്മെന്റ്സ്, ബിൽഡിംഗ്, അങ്ങനെ പലതരത്തിലുള്ള മെയിന്റനൻസ് അല്ലെ. ചിലയിടത്തൊക്കെ ചോർന്ന് ഒലിക്കുന്നുണ്ടാവാം, അതല്ലെങ്കിൽ പുതിയ ബിൽഡിങ്ങുകൾ പണിയേണ്ട ആവശ്യകത ഉണ്ടാവാം. കാരണം ഭയങ്കര അല്ലെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വിപുലീകരിക്കേണ്ടതൊക്കെ ഉണ്ടാവാം. സോ നമുക്കറിയാം വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ആയതുകൊണ്ട് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഏത് ഭാഗത്താണ് മെയിന്റനൻസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് കേടുപാടുകൾ സംഭവിക്കുക അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രോപ്പർ ആയിട്ട് തന്നെ ഇതെല്ലാം പരിഹരിച്ചു പോകണം. സോ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടേറിയതാണ് എങ്കിലും ലാംഗ്വേജ് ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും ഈസി ആക്കി മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ്. അതായത് ഞാൻ ഇന്ന് തുടങ്ങുന്നില്ല, 2 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ആവില്ല. പക്ഷെ മനസ്സിലാക്കുക മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത്. മെയിന്റനൻസ് എന്ന് പറയുമ്പോൾ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഒരു 24 hours വർക്കിംഗ് ആയിട്ടുള്ള മെയിന്റനൻസ് ടീം അവിടെ ഉണ്ടാവും. നമുക്കറിയാം രാത്രിയാണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അപകടാവസ്ഥകൾ സംഭവിക്കാം അല്ലെ, കേടുപാടുകൾ സംഭവിച്ചുകൂടെ, രാത്രിയാണെങ്കിലും സംഭവിച്ചുകൂടെ സംഭവിക്കാം അല്ലെ. ഹോസ്പിറ്റൽ ആയതുകൊണ്ട് 24 വർക്കിംഗ് അല്ലെ അവേഴ്സും വർക്കിംഗ് ആണ്. സോ അവിടെ രാത്രിയാണെങ്കിലും എന്തെങ്കിലും സംഭവിക്കാം. പ്രത്യേകിച്ച് നമുക്കറിയാം ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കംപ്ലൈൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് രാത്രി കാലങ്ങളിലാണ് അല്ലെ. എന്തെങ്കിലും കറണ്ട് ഇല്ല അല്ലെ, നമുക്കറിയാം അസ്വസ്ഥതകളായി മൊത്തത്തിൽ ഇതാക്കിയാണ്. അപ്പൊ ഒരു റൂമിലാണെങ്കിൽ പോലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടും. സോ അതുകൊണ്ട് മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. 24 hours വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓർത്തുവെക്കാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെറിയ വലിയ ചാപ്റ്റർ ആണെങ്കിലും കുഴപ്പമില്ലാതൊക്കെ നമ്മൾ കവർ ചെയ്തു അല്ലേ. മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. സ്പീഡ് ഇടയ്ക്ക് കൂടി പോകുന്നുണ്ടല്ലോ. ഞാൻ ഇന്ന് ഇതൊന്ന് എന്താ പറയാ തീർത്തിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചതാണ്. അതിന്റെ പേരിൽ ചെറിയ സ്പീഡ് ഉണ്ടാക്കിയത്. കുഴപ്പമില്ലല്ലോ, ഞാൻ ചെയ്യാൻ പറ്റിയോ? ശരി, നിർത്തില്ല. ഓക്കെ, കുറച്ച് കൂടുതൽ നമുക്ക് അല്ലെ ചെറിയ കാരണം പഴയ കാര്യങ്ങളൊക്കെ കുറച്ച് മറന്നു പോകുന്നു. അതിന്റെ പേരിൽ ആയത് കാര്യങ്ങളാണ്. ഓക്കെ, എനിവേ എന്താണ് നിങ്ങൾ ഓക്കെയാണ്? പഴയ കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്താൻ അല്ലെ, സ്പിരിറ്റ് വേസ്റ്റുകൾ ബയോമെഡിക്കൽ വേസ്റ്റിനൊക്കെ ഓർമ്മപ്പെടുത്താനും കൂടി ഈ അവസരം പറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡേയില് അടുത്ത ക്ലാസ് അടുത്ത ചാപ്റ്റർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.